ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആപ്പിൽ ലോഗിൻ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ പ്ലാറ്റ്ഫോംസിൽ ആദ്യം നിങ്ങൾക്കൊരു യൂസർ നെയിമും കാണും, അതിനൊരു പാസ്വേഡും കാണും. പാസ്വേഡൊന്നും അറിയാത്തവർ പാസ്വേഡ് അറിയാത്തവർ ആദ്യം ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുക. അവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ പാസ്വേഡ് വെച്ചിട്ട് എഗെയിൻ ഈ പേജിൽ വന്നിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം യൂസർ നെയിം കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം ഗെറ്റ് OTP എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്തേക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. OTP വന്നതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പോൾ എനിക്കിവിടെ OTP വന്നിട്ടുണ്ട്, ആ OTP അടിച്ചു കൊടുക്കുക. അപ്പം OTP ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു റിസ്ക് ഡിസ്ക്ലോഷറൊക്കെ വരുന്നതാണ്, അതൊക്കെ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആപ്പിലോട്ട് ലോഗിൻ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ആപ്പിലോട്ടൊക്കെ ലോഗിൻ ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രൊഫൈലിൽ പോവുക. അപ്പോൾ പ്രൊഫൈലിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ പ്രൊഫൈലിലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ സെഗ്മെൻറ്റ്സ് ആണ് ഇവിടെ ആക്ടിവേറ്റഡ് എന്നൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ സെഗ്മെൻറ്റ്സ് ഇവിടെ BSc NSc എല്ലാം ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വക ഡീറ്റെയിൽസ് നിങ്ങളുടെ ഇമെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫണ്ട്സിൽ പോവുക. ഫണ്ട്സിൽ പോയിട്ട് ആഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണുന്നതാണ്. അപ്പോൾ ആഡ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു ടാബിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് എമൗണ്ട് ആഡ് ചെയ്യാൻ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു 100 രൂപയാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഞാനൊരു 100 രൂപ അല്ലെങ്കിൽ ഒരു 500 രൂപ ഞാനിവിടെ അടിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ UPI ആപ്പിൻ്റെ, അതായത് നിങ്ങളിപ്പോൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലുള്ള UPI ആപ്പിൻ്റെ അവിടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ UPI ID കാണാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യുക? അതിവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ UPI ID കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേ, നിങ്ങളുടെ UPI ഏത് UPI ആപ്പാണോ നിങ്ങൾ കൊടുത്തത് അതിലേക്ക് ഒരു മാൻഡേറ്റ് വരുന്നതാണ്. അതിൽ പോയി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഇവിടെ ഫണ്ട് ആഡ് ആവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്കൊരു ഫണ്ടൊക്കെ വിഡ്രോ ചെയ്യാനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ വിഡ്രോയിൽ വരിക. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്കിവിടെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഒരു 500 രൂപയൊക്കെയാണ് വിഡ്രോ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 500 കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു 24 മണിക്കൂറിനുള്ളിലൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം ഫണ്ട് ആഡ് ചെയ്യാനും ഫണ്ട് വിഡ്രോ ചെയ്യാനും. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് IPO ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മോർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോവുക. അവിടെ പോയിട്ട് ബിഡ് ചൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങളുടെ IPOയുടെ പുതിയ ടാബും കാര്യങ്ങളൊക്കെ വരുന്നത്. കറൻ്റ്ലി ഇപ്പോൾ IPOs ഒന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ IPOs ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ IPO ടാബ് ബിഡിലായിരിക്കും കിടക്കുന്നത്. മോറിൽ ബിഡിൽ വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് IPOയുടെ ടാബും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാക്ക് ഓഫീസിൽ പോയി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബാക്ക് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ചാർട്ടുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. അപ്പോൾ ആ ചാർട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഒരു ഷെയർ പ്രൈസൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിലോട്ടൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്ക് സെൻസെക്സിൻ്റെയൊക്കെ ചാർട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസെക്സ് ആദ്യം വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം സെൻസെക്സ് ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? സെൻസെക്സ് ഇപ്പോൾ ഏത് ഇൻഡെക്സ് ആയിക്കോട്ടെ ആ രീതിയിൽ നിങ്ങളിവിടെ ആഡ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക? അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ വ്യൂ ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് ഇതിൽ ഓപ്പണായി വരുന്നതാണ്. ഓക്കെ, ഇവിടെ ചാർട്ട് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ചാർട്ടും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ 10 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ 10 മിനിറ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 മിനിറ്റ് ഏത് ടൈം ഫ്രെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ടൈം ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് അവിടെ പ്രൈസ് ലെവൽസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഇവിടെ സൈഡിൽ ടൂൾസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ഇപ്പം ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്